ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം തുടരുന്നു. 24 മണിക്കൂറിനിടെ കൊലപ്പെടുത്തിയത് 2 ഹിന്ദു യുവാക്കളെ. 40-കാരിയായ ഹിന്ദു യുവതിയെ 2 പേർ കൂട്ടബലാത്സംഗം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ. ക്രൈസ്തവ സമുദായത്തോടുള്ള അവഗണന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സഭാ മുഖപത്രത്തിൽ ലേഖനം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തത് അനീതിയെന്നും വിമർശനം. സിറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനത്തിന് തുടക്കം. നിലപാട് വിവാദമായതോടെ മാധ്യമങ്ങൾക്കെതിരെ ശ്രീലേഖ. മാധ്യമ പ്രവർത്തകർ കുത്തിത്തിരിപ്പ് നടത്തുന്നുവെന്ന് BJP കൗൺസിലർ. പ്രതികരണം BJPക്കുള്ളിൽ അതൃപ്തി രൂക്ഷമാകുന്നതിനിടെ. മധുര തിരുപ്പകുണ്ട്രം മലയിലെ ദീപം തെളിയിക്കലിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. ദർഗയിലെ കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കാം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. സ്റ്റാലിൻ സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുന്നുവെന്നും വിമർശനം. വെനസ്വേലൻ പ്രസിഡന്റ് താൻ തന്നെയെന്ന് നിക്കോളാസ് മദൂറോ. അമേരിക്ക ചുമത്തിയ കുറ്റങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കസിൽ വെടിവെപ്പ്. ഇറാന് നേരെയും അമേരിക്കയുടെ ഭീഷണി. ഉള്ളൂർ ക്ഷേത്രത്തിലെ ആനയെ പാപ്പാൻ മർദ്ദിച്ചതിൽ വനംവകുപ്പ് കേസെടുക്കും. നാട്ടാന പരിപാലന ചട്ടപ്രകാരം നടപടി. കാർത്തികേയനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന ഇന്നലെ പാപ്പാൻ വിഷ്ണു ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും പുറത്ത്.